എത്ര വർഷം പ്രവാസിയായിരുന്നു? 46 വർഷം. ഒരു ആയുഷ്കാലം അത് എന്ന് പറയുമ്പോൾ. ആയുഷ്കാലത്തിൻ്റെ പകുതി കൂടുതൽ. ഇന്ത്യൻ ഓവർസീസ് കൾച്ചറൽ കോൺഗ്രസ്, ഓക്കെ. ഞങ്ങൾ 4 പേരോട് കൂടി ഇവിടെ കോൺഗ്രസ് സ്ഥാപിച്ചത്. ഓ. അപ്പം അതിൻ്റെ സ്ഥാപക പേട്ടനാണ് ഞാൻ. അന്നും ഒരുപാട് പേര് ഈ വിസ ഇല്ലാതെ നിൽക്കുന്ന ആളുകളുണ്ട്. വീട്ടിലോട്ട് പൈസ അയക്കാതെ ഇവിടെ ഉള്ള പൈസ കണ്ടമാനം കളഞ്ഞ ആളുകളുണ്ട്. പിന്നെ ഒരു ദൈവങ്ങളും ഒരാളെ കൊല്ലാൻ പറയുന്നില്ല. മനുഷ്യർ ഈ അമിതമായ രാഷ്ട്രീയം നമ്മുടെ നാട്ടിൽ, അമിതമായ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ യാതൊരു തത്വദീക്ഷയില്ലാതെ രാഷ്ട്രീയമാണ് നമ്മുടെ നാട്ടിൽ. എന്നാൽ രാഷ്ട്രീയ നേതാക്കന്മാർ തമ്മിൽ ഭയങ്കര സ്നേഹവുമാണ്. അവർ വളരെ ക്ലോസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ദിനാറ് ഇവിടെ കിട്ടുള്ള ഒരു നേരത്തെ നാട്ടിലുണ്ട് അറൗണ്ട് 240 രൂപയോളം കിട്ടും. അത് 4 ദിനാർ ഒരു വീട്ടിൽ കൊടുത്താൽ ഒരു വീട് കഷ്ടിച്ച് കഴിഞ്ഞ് കുടിക്കും. ഞാൻ എന്നും പറയുന്നത് അതേ ഉള്ളൂ, നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും വിളിച്ച് സഹായം ചെയ്യാവുന്ന സഹായം കൊടുക്കണം. ഒരു ഒരു ദിവസം അല്ല, ഒരു മാസം ഒരു 10 ദിനാറിൽ സേവ്. അതേ എനിക്ക് എല്ലാവരോടും പറയാറുണ്ട്. ഇന്ന് നമ്മുടെ കൂടെ ലീഡേഴ്സ് ലോഞ്ചിലുള്ളത് നമുക്ക് സീനിയർ ആയിട്ടുള്ള ഒരാളാണ്. ബഹ്റൈനിൽ കുറേ കാലം പ്രവാസിയായിരുന്നു. ഇപ്പോൾ നാട്ടിൽ സെറ്റിലായി വീണ്ടും ഒരു ഷോർട്ട് വിസിറ്റിന് വന്നിട്ടുള്ള, പിന്നെ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് വളരെ സജീവമായിട്ട് ഉണ്ടായിരുന്ന BMBFിൻ്റെ പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ ജോർജ് മാത്യു സാറാണ് നമ്മുടെ കൂടെ ഉള്ളത്. വെൽക്കം സാർ. താങ്ക് യു. എന്തൊക്കെ തോന്നുന്നു? സുഖാണോ? സുഖമായിരിക്കുന്നു. സുഖമായിരിക്കും. എത്ര വർഷം മുമ്പായിരിക്കും ബഹ്റൈനിലേക്ക് വന്നത്? ഞാൻ 83-ലാണ് വന്നത്. 83-ൽ. പ്രവാസം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ? ഞാൻ സൗദി അറേബ്യയിലാണ് ആദ്യം പോയത്, 79-ൽ. 79-ൽ. അത് സൗദി അറേബ്യയിൽ പോയി 2-3 വർഷം നിന്നു. അത് കഴിഞ്ഞിട്ട് ബഹ്റിന് വന്നു. ബഹ്റൈൻ. ഓക്കെ ഓക്കെ. പിന്നെ ഇവിടെ ജോലിക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്? അന്ന് എൻ്റെ വൈഫ് ഇവിടെ സൽമാനിയ ഹോസ്പിറ്റൽ സ്റ്റാഫ് നേഴ്സായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ ബഹ്റിന് സൗദിയിലെ ജോലി റിസൈൻ ചെയ്തിട്ട് ഇവിടെ വന്ന് എനിക്ക് അൽമോണ്ട് വാൾവ് ഷിപ്പിംഗ് കമ്പനി ജോലി കിട്ടി. അവിടെയാണ് തുടക്കം. ഓക്കെ. അവിടെ കുറേ കാലം വർക്ക് ചെയ്തു? അല്ല, അവിടെ 15 വർഷം ജോലി ചെയ്തു. 15 വർഷം ജോലി. ആ സമയത്ത് ബഹ്റൈനിൽ മനാമയിൽ തന്നെയായിരുന്നു? മനാമയിലായിരുന്നു. അപ്പം നാട്ടിൽ നിന്ന് പ്രവാസം തിരഞ്ഞെടുക്കാനുള്ള കാരണം അപ്പോൾ വൈഫ് ഇവിടെ വർക്ക് ചെയ്യും? പിന്നെ അല്ല, ഞാൻ സൗദി ഡയറക്റ്റാവും. എൻ്റെ ഒരു ഫ്രണ്ട് സൗദി ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ജോലി തപ്പി ഞാൻ നടക്കുക ആ സമയമാണ്. അപ്പം പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, നിനക്ക് താല്പര്യമാണെങ്കിൽ സൗദി അറേബ്യ വരാൻ. ഞാൻ സൗദി ചെന്നു. സൗദിയിൽ നിന്ന് ഞാൻ അവധിക്ക് നാട്ടിൽ ചെന്ന സമയത്ത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത്. കല്യാണം കഴിഞ്ഞ കൂടെ ജോലി ചെയ്ത പെൺകുട്ടിയെ കല്യാണം കഴിച്ച്. അങ്ങനെ അപ്പോൾ ഇങ്ങോട്ട് വന്നേ. ഇങ്ങനെ. ഓക്കെ ഓക്കെ. ഈ ആദ്യത്തെ യാത്ര ഓർമ്മ ഉണ്ടോ? അപ്പം ആദ്യത്തെ? ഉണ്ട്. എവിടെ നിന്നായിരുന്നു? നേരിട്ട് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു? അവിടുന്ന് ആദ്യം സൗദി പോയത് ബോംബെ വരെ ട്രെയിനിൽ പോയി. ബോംബെയിൽ നിന്നാണ് നമ്മുടെ ദഹ്റാനിൽ പോയത്. അവിടെ നിന്നാണ്. അപ്പം കുറേ ദിവസങ്ങളെടുത്തു? ഇല്ല, ഒരു അല്ല, നാട്ടിൽ നിന്ന് 2 ദിവസം എടുത്ത് ബോംബെയിൽ നിന്ന് നെക്സ്റ്റ് ഡേയിൽ ഫ്ലൈറ്റ് സൗദി അറേബ്യ വന്നു. അന്ന് ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊന്നും ഇല്ല, അന്ന് എഴുത്തേ ഉള്ളൂ. പിന്നെ ടെലിഫോൺ സുലഭമല്ല. എന്തെങ്കിലും നമുക്ക് ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഞങ്ങളുടെ വീട്ടിൽ ടെലിഫോണില്ല. അടുത്ത ഒരു വീട്ടിലാണ് ഒരു ടെലിഫോൺ എക്സ്ചേഞ്ചിൽ ഒരു എൻജിനീയർ അടുത്ത് താമസമുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഞാൻ ഇടയ്ക്ക് വിളിക്കുന്നത്. ടെലിഫോൺ എന്താ സുലഭമല്ലെന്ന്. നമുക്ക് എഴുത്താണെന്ന് മെയിൻ കാര്യം. കുറേ കത്തുകൾ എഴുതി. അതെ. അപ്പോൾ ബഹ്റൈനിലിപ്പോൾ 15 വർഷം വർക്ക് ചെയ്തു എന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം ബിസിനസ് ബഹ്റിന് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ചിലെ മെമ്പറാണ്. അപ്പം ബഹ്റിലെ സൽമാനിയ സെൻറ്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ഖത്തറിലാണ് ഞങ്ങളുടെ ചർച്ച്. അപ്പം ഞാൻ വന്നപ്പോൾ ചർച്ചുമായിട്ട് അസോസിയേറ്റ് ചെയ്തു. ചർച്ചിൽ ഞാൻ ചർച്ചിൻ്റെ സെക്രട്ടറി ആയിരുന്നു. ചർച്ചിൻ്റെ സെൻട്രൽ കമ്മിറ്റി മെമ്പറായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കേരള സമാജത്തിൽ പ്രവർത്തിച്ചു. കേരള സമാജം പ്രസിഡൻ്റായി. ഏത് വർഷമായിരുന്നു? 2000-ലാണ്. 2000.
26 വർഷം. അതെ, അങ്ങനെ 2000-ആണെന്ന് എൻ്റെ ഓർമ്മ. 2000-ലാണ് കേരള സമയം പ്രസിഡൻ്റായി. എത്ര 3 വർഷം? ഒരു വർഷം. ഒരു വർഷം. അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ കുറേ സാമൂഹിക പ്രവർത്തനം, എനിക്കന്നും സാമൂഹിക പ്രവർത്തനം വളരെ ഇഷ്ടമാണ്. പിന്നെ ബഷീർ അമ്പലയുമായിട്ട് അസോസിയേറ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ വേറെ മലയാളി ബിസിനസ് ഫോറത്തിൻ്റെ ചെയർമാനായി. അതെ അതെ. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഓവർസീസ് കൾച്ചറൽ കോൺഗ്രസ്, ഓക്കെ. ഞങ്ങൾ 4 പേരോട് കൂടി ഇവിടെ കോൺഗ്രസ് സ്ഥാപിച്ചത്. ഓ, അപ്പം അതിൻ്റെ സ്ഥാപക പേട്ടനാണ് ഞാൻ. ഓക്കെ. അപ്പോൾ ആ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ സാമൂഹ്യ പ്രവർത്തകൻ എന്ന് പറയുമ്പോൾ പിന്നെ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഏതെങ്കിലും ഓർമ്മയുണ്ടോ, ഒരു ഇൻസിഡൻറ്റ്? അന്നും ഒരുപാട് പേര് ഈ വിസ ഇല്ലാതെ നിൽക്കുന്ന ആളുകളുണ്ട്. വീട്ടിലോട്ട് പൈസ അയക്കാതെ ഇവിടെ ഉള്ള പൈസ കണ്ടമാനം കളഞ്ഞ ആളുകളുണ്ട്. പിന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. ജോലിയില്ലാതെ ഒരുപാട് പേര് ബുദ്ധിമുട്ട്. ജോലിയില്ലാത്തവർക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കുക. പിന്നെ എമിഗ്രേഷൻ പ്രോബ്ലംസ് ഉള്ളവരെ നമ്മളെ കൊണ്ട് കഴിയാവുന്ന സഹായം ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഒരുപാട് സാമൂഹിക പ്രവർത്തനം ഉണ്ടായിരുന്നു. പിന്നെ ചർച്ച് ബേസ് ഞങ്ങൾ ഒരുപാട് സാമൂഹിക പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. പിന്നെ കേരള സമാജത്തിൻ്റെതായൊരു സ്ട്രക്ചറുണ്ട്, സാമൂഹിക പ്രവർത്തനവും അത് നടത്തുന്നുണ്ടായിരുന്നു. ബഷീർ അമ്പലമായിട്ടുള്ള അസോസിയേഷൻ മുഖേനയാണ് മലയാളി ബിസിനസ് ഫോറത്തിനുമായിട്ട് എന്ന് ഓർക്കുന്ന ഒരു കാര്യമാണ്, ഈ ചൂട് സമയത്ത് ഞങ്ങൾ ഇത് കുടിവെള്ളവും സ്നാക്സും കൊണ്ട് ലേബർ ക്യാമ്പിൽ കൊണ്ട് കൊടുക്കുക. ഹെൽപ്പ് ആൻഡ് ഡ്രിങ്ക് എന്ന പേരിൽ. അതെ, അത് ഒരുപാട് വർഷങ്ങളോളം ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ മറക്കാനാവാത്തൊരു അവസരമാണ്, ഞാൻ കേരള സമാജം പ്രസിഡൻ്റ് ആയിരുന്ന സമയത്താണ് CCIയുടെ ട്രഷറായിരുന്നു. ഗുജറാത്ത് എർത്ത് സമയത്ത് എനിക്ക് വളരെ ആത്മാർത്ഥം പ്രവർത്തിക്കാൻ സാധിച്ചു. 2 കോടിയോളം രൂപ ഇവിടുത്തെ സാമൂഹിക സംഘടനകൾ സമാഹരിച്ച് ഞാനും അന്ന് പ്രസിഡൻ്റായിരുന്ന അഹമ്മദ് ഹുമയൂണ് ഇന്ത്യൻ എംബസിയുടെ സഹായത്തോടെ ആ പൈസ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അയച്ചു കൊടുത്തു. അതൊരു നല്ലൊരു പ്രവർത്തനമായിരുന്നു. എല്ലാ സംഘടനകളും വ്യക്തികളും സഹായിച്ചായിരുന്നു. പിന്നെ ജോലി രാജിവെച്ച് ബിസിനസ് തുടങ്ങണമെന്ന് തോന്നിയത് എന്തുകൊണ്ടാണ്? ജോലി രാജിവെച്ച് ബിസിനസ് തുടങ്ങണമെന്ന് തോന്നിയത്, എനിക്ക് കുറച്ചുകൂടെ നമുക്ക് ഫ്രീ ടൈം കിട്ടും. നമുക്ക് എല്ലാവർക്കും ഇവിടെ വരുന്ന പണം ഉണ്ടാക്കാനാണല്ലോ. നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് പണം ഉണ്ടാക്കാൻ താല്പര്യം. അപ്പം അറേബ്യൻ കെമിക്കൽ ആൻഡ് ട്രേഡ് ഹൗസ് പറഞ്ഞൊരു കമ്പനി തുടങ്ങി. അത് കെമിക്കലും പിന്നെ മെക്കാനിക്കായിട്ട് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന കമ്പനി. പിന്നെ US നേവിയുടെ കോൺട്രാക്റ്റ് കിട്ടി. പിന്നെ അത് കഴിഞ്ഞാണ് ചോയ്സ് അഡ്വർടൈസിങ് ആൻഡ് പബ്ലിസിറ്റി. ഇവിടെ അന്ന് ഈവൻറ്റ് മാനേജ്മെൻറ്റൊക്കെ വളരെ കുറവാണ്. അതിൻ്റെ ലൈസൻസ് കിട്ടി. ചോയ്സ് ഒക്കെ ഏത് സമയത്തായിരിക്കും സ്റ്റാർട്ട് ചെയ്തത്? ഏത് വർഷമായിരിക്കും? ചോയ്സ് ഒരു 2000 സ്റ്റാർട്ട് ചെയ്തതാണ്. 2000 അത് സ്റ്റാർട്ട് ചെയ്ത് അന്ന് ഒരുപാട് ഇന്ത്യയിൽ നിന്നും പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള എല്ലാ പ്രമുഖ നടീനടന്മാരെയും ഗായകരെയും ഞങ്ങളുടെ കമ്പനിയാണ് ഇവിടെ സ്പോൺസർ ചെയ്യുന്നത്. അന്നിവിടെ ഇത് ലൈസൻസ് ഇല്ലാത്ത ഒരുപാട് സംഘടനകളുണ്ട്. അവർക്ക് ഇവന്റ് നടത്താൻ ആരുടെയും ലൈസൻസ് ഉള്ളവരെ സമീപിച്ചേ പറ്റൂ. അങ്ങനെ ഞങ്ങൾ ഒരുപാട് പേർക്ക് ലൈസൻസ് കൊടുത്തു. അതിൻ്റെ ഫീസ് നമ്മൾ ഈടാക്കും നമ്മുടേതായ. വിസ അതിൽ കിട്ടും. അങ്ങനെ ഒട്ടുമുക്കാൽ നടീനടന്മാരെ ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. എത്ര വർഷം പ്രവാസിയായിരുന്നു? 46 വർഷം. 46. ഒരു ആയുഷ്കാലം. അതെ, ആയുഷ്കാലത്തിൻ്റെ പകുതിയിൽ കൂടുതൽ. ഓർമ്മകൾ എങ്ങനെയൊക്കെയാണ് പോകുന്നത്? ഓർമ്മകൾ അങ്ങനെ പോകുന്നത് പറഞ്ഞാൽ ചെയ്യാവുന്ന സഹായം ചെയ്തിട്ടുണ്ട്. നാട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും എന്നെക്കൊണ്ട് കഴിവതും കുറേ പേരെ ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ ആണെങ്കിലും ഒരുപാട് പേർക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കുക. പിന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ വേദനകൾ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് സങ്കടം തോന്നും. പിന്നെ ആരോടെങ്കിലുമൊക്കെ കുറച്ച് പൈസ കളക്ട് ചെയ്ത് എൻ്റെ കയ്യിൽ നിന്ന് തന്നെയല്ല കളക്ട് ചെയ്തും നല്ല സുമനസ്സുകളുണ്ട്, സഹായം ചെയ്യാൻ താല്പര്യമുള്ള അവരെ അതിലോട്ട് ചാനൽ ചെയ്ത് ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. 10, 15, 20 വർഷമായിട്ട് ഇവിടെ നാട്ടിൽ പോകാതെ നിന്നിട്ടുള്ളവരെ അവരുടെ വിസ റെഗുലൈസ് ചെയ്തിട്ട് അവരെ നാട്ടിലയക്കാനും
ടിക്കറ്റ് ഇല്ലാതൊക്കെ ടിക്കറ്റ് എടുത്ത് കൊടുക്കാനൊക്കെ ഒത്തിരി പേരെ സഹായിക്കാം. അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ഓർമ്മയുണ്ട്, അങ്ങനത്തെ ഒരു ഫാമിലിന്റെ സ്റ്റോറി പോയ മീറ്റ് ചെയ്ത്? അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഒരു മനുഷ്യന് 40 വർഷമായിട്ട് ഇവിടെ നിന്ന് പോകാതെ കിടക്കുക. ഒരു 40 വർഷം? തൃശ്ശൂർക്കാരൻ്റെ ഒരാൾ. അദ്ദേഹത്തിന് എമിറേഷ്യയിൽ പോകാനൊക്കത്തില്ല, നടക്കാൻ വയ്യ, പുള്ളിക്ക് കണ്ണും ശരിക്കും കാണത്തില്ല. 40 എന്ന് പറയുമ്പോൾ പ്രായം കൂടിയിട്ടുണ്ട്. പ്രായം കൂട്ടും. അദ്ദേഹത്തെ ഞാൻ ഈ ഇങ്ങനെ തോളയിൽ ഇങ്ങനെ താങ്ങി എടുത്തുകൊണ്ടാണ് എമിറേഷൻ ഓഫീസിൽ കൊണ്ടുപോയി ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും നാട്ടിൽ കയറ്റി വിടണമെന്ന് പറഞ്ഞു. അപ്പം എമിറേഷൻകാരൻ പറഞ്ഞു എന്താ ഇയാൾ വരാഞ്ഞ് ഇതുവരെ പോകാതിരുന്നതെന്ന് പറഞ്ഞ് ഏതായാലും അവരുടെ ദയാദാക്ഷിണ്യം കൊണ്ട് പാസ്പോർട്ട് കണ്ടുപിടിച്ച് ക്യാൻസൽ ചെയ്ത് പുള്ളിയെ കയറ്റി വിട്ടു. പിന്നെ നാട്ടിൽ സ്വീകരിക്കാൻ ആളുണ്ടായിരുന്നു. ഉള്ള മക്കളൊക്കെ ഉണ്ട്. പുള്ളി എഴുത്ത് വായിക്കത്തില്ല, പൈസ അയക്കത്തില്ല. അതുപോലെ ഇപ്പം പറഞ്ഞാൽ ചിലർക്കൊക്കെ ഇഷ്ടമായിരിക്കത്തില്ല. അതുകൊണ്ട് പല ഫാമിലികളും ഇവിടുന്ന് നാട്ടിൽ പോകാതിരുന്നവരെ നമ്മൾ വേണ്ട ഹെൽപ്പ് ചെയ്ത് നാട്ടിൽ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇവിടെ ഹസ്ബൻഡ് ഇവിടെ വന്ന് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഭാര്യയെ സംരക്ഷിക്കാതെ അയാളുടെ വഴിക്ക് പോയി എത്രയോ ആളുകളുണ്ട്. 3-4 പിള്ളേരുകൊണ്ട് കിടന്ന് കഷ്ടപ്പെടുന്നവർ, ഓരോരുത്തരും ഒന്നുകൂടെ ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ എമിറേഷൻ സ്ഥിരമായിട്ട് പോയി അവരോട് വളരെ നമ്മുടെ കാര്യമായിട്ട് റിക്വസ്റ്റ് ചെയ്ത് എമിറേഷൻ അതോറിറ്റിയൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. ഇന്ത്യൻ എംബസിയിൽ നിന്നും എനിക്ക് നല്ല സഹകരണമാണ് കിട്ടിയിട്ടുള്ളത് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ചെയ്യുന്നവർക്ക്. ഇപ്പോൾ നിങ്ങളെ പ്രവാസ യാത്ര തുടങ്ങിയിട്ട് ഇപ്പം നൂറ്റാണ്ടായി. പിന്നെ ആ ഒരു സമയം മൊത്തത്തിലെടുക്കുമ്പോൾ അപ്പൊ നോക്കുമ്പോൾ എനിക്കൊന്ന് അതിനുശേഷമുള്ള 3ാമത്തെ ജനറേഷൻ ആയിരിക്കും ഇപ്പോൾ പ്രവാസികളെ. അവരോട് ഇപ്പം എന്താ പറയാനുള്ളത്? ഞാൻ ഇന്നലെ ഞങ്ങളുടെ നാട്ടുകാരുടെ എനിക്കൊരു സ്വീകരണം തന്നു. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന ആളുകളും ഞങ്ങളുടെ നാട്ടിലുള്ളവരും അവരോട് ഞാൻ എന്നും പറയുന്നത് അതേ ഉള്ളൂ. നമ്മൾ ഇവിടെ വരുമ്പം ഈ രാജ്യത്ത് നിയമം പാലിക്കണം. ഒന്നാമതായിട്ട് നമ്മൾ വിസ റെഗുലൈസ് ചെയ്യണം. ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കരുത്. പ്രത്യേകിച്ച് മദ്യപിച്ച് വണ്ടി ഓടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പലർക്കും കൊണ്ട് ദോഷം ചെയ്യും. അപ്പം നമ്മൾ ഇവിടെ നിയമം പാലിച്ചേ നിൽക്കാവൂ. നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും വിളിച്ച് സഹായം ചെയ്യാവുന്ന സഹായം കൊടുക്കണം. ഒരു ദിവസം അല്ല, ഒരു മാസം ഒരു 10 ദിനാറെങ്കിലും സേവ് ചെയ്യണം. നാളത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത ഉണ്ടാകണം. അതേ എനിക്ക് എല്ലാവരോടും പറയാനുള്ളൂ. അതിൽ പ്രത്യേകിച്ച് ബന്ധങ്ങളൊക്കെ ആളുകൾ പിന്നെ ബന്ധങ്ങൾ പഴയതുള്ള ബന്ധങ്ങൾ ഇപ്പം നാട്ടിലുമില്ല. എന്നാലും നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്ത് എത്രയോ പേരുടെ മക്കളെ തിരിഞ്ഞു നോക്കാത്ത മാതാപിതാക്കൾ നാട്ടിൽ വളരെ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ദിനാറ് ഇവിടെ കിട്ടുള്ള ഒരു നേരം നാട്ടിലുണ്ട് അറൗണ്ട് 240 രൂപയോളം കിട്ടും. അത് 4 ദിനാർ ഒരു വീട്ടിൽ കൊടുത്താൽ ഒരു വീട് കഷ്ടിച്ച് കഴിഞ്ഞ് കുടിപ്പോൾ. അങ്ങനെയുള്ള എത്രയോ വീടുകളുണ്ടെന്നറിയാമോ? നമ്മുടെ അയൽവക്കത്തും നമ്മുടെ നാട്ടിലും ഒക്കെ ഉണ്ട്. സാർ ഇപ്പോൾ പ്രവാസം നിർത്തിയിട്ടൊരു എത്ര വർഷമായി? ഇപ്പം ഞാൻ 3 വർഷമായി. നാട്ടിലെ ലൈഫ് എങ്ങനെ പോകുന്നു? നാട്ടിൽ എന്നെ സംബന്ധിച്ചോളം ഹാപ്പി എന്ന് പറഞ്ഞാൽ കൊണ്ട് നമ്മുടെ നാട്ടിൽ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നുണ്ട്. പിന്നെ നമുക്കാരും എതിരില്ല, ഒരു പക്ഷം എതിരില്ല. അയൽവക്കത്തുകാരോടും എതിരില്ല, നാട്ടുകാരോടും ഒരാളിപ്പം നമ്മളോട് പിണങ്ങി നിന്നാൽ പിണങ്ങട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അയാൾ തന്നെ അത് റിയലൈസ് ചെയ്യും. ഞാൻ അയാളോട് പിണങ്ങേണ്ട ആവശ്യമില്ലായിരുന്നു. എനിക്ക് ഒരു ശത്രുക്കളുമില്ല. എനിക്ക് ഞങ്ങളുടെ നാട്ടിൽ ഇവിടെ ഒരു ശത്രുക്കളുമില്ല. അതൊക്കെ വലിയ സ്റ്റേറ്റ്മെന്റ് ആണ് ആക്ച്വലി. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നാട്ടിലൊക്കെ എന്ന് പറയുമ്പം ഈ വിദ്വേഷം ഒരുപാടുണ്ട്. ഞാൻ ജാതി മതവും നോക്കി ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് എല്ലാ സമുദായത്തിലുള്ളവരും നല്ല സുഹൃത്തുക്കളാണ്. റമദാൻ വരാൻ പോവുകയാണല്ലോ. ആ സാഹോദര്യവും മാനവീയതയും നമ്മൾ വളരെ കാര്യമായിട്ട് കണക്കാക്കി ഇല്ലാത്തവൻ്റെ വിഷമം കാണാനുള്ളൊരു അവസരമാണ് റമദാൻ. അപ്പം മനുഷ്യർക്ക് സഹായിക്കാനും വിശപ്പ് എങ്ങനെയാണെന്ന് അറിയാനുള്ളൊരു അവസരമാണ്. തീർച്ചയായിട്ടും. ഒരു ദൈവങ്ങളും ഒരാളെ കൊല്ലാൻ പറയുന്നില്ല, സ്നേഹിക്കാനേ പറയുന്നുള്ളൂ. സ്നേഹമാണ് അഖിലസാരം മൊഴിയിൽ നിന്നാണ്. അപ്പോൾ സ്നേഹിക്കാനേ എല്ലാവരും പറയുന്നുള്ളൂ. പക്ഷേ മനുഷ്യർ ഈ അമിതമായ രാഷ്ട്രീയം നമ്മുടെ നാട്ടിൽ, അമിതമായ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ യാതൊരു തത്വദീക്ഷയില്ലാത്ത രാഷ്ട്രീയമാണ് നമ്മുടെ നാട്ടിൽ. എന്നാൽ രാഷ്ട്രീയ നേതാക്കന്മാർ തമ്മിൽ ഭയങ്കര സ്നേഹവുമാണ്, അവർ വളരെ ക്ലോസാണ്. പിന്നെ ഫാമിലി ഞാൻ വൈഫ്, 2 ആൺമക്കൾ. മൂത്ത മകനായിരിക്കുന്നത് ജോജിൻ, അവൻ്റെ വൈഫ്
2 കുട്ടികൾ. ഇളയ മകന് ജെബിൻ, അവൻ്റെ വൈഫ്, ഒരു കുഞ്ഞ്. അവർ UK-യിലാണ്. ഓക്കെ. മൂത്തവന് UK-യിലായിരുന്നു 2 വർഷം. ഇവിടുന്ന് ജോലി കഴിഞ്ഞ് UK പോയിട്ട് തിരിച്ച് ഇവിടെ വന്നിവിടെ ജോലി ചെയ്യുകയാണ്. അവർ ഹാപ്പിയായി ഇവിടെ വേറിൽ. ഇളയ മോനും UK-യിൽ, അവൻ ACCA പാസ്സായി UK ചെന്ന് ജോലി ചെയ്യുന്നു. വളരെ സന്തോഷം. എല്ലാവർക്കും ഈദ് ആശംസകൾ. റമദാൻ്റെ വ്രതശുദ്ധി അനുസരിച്ച് മുന്നോട്ട് പോട്ടെ. ഈദാശംസകൾ നേരത്തെ പറയുന്നു. നിങ്ങളുടെ പ്രസ്ഥാനം വളർന്നു വരട്ടെ. ഏതായാലും ഒരു ബിസിനസ്സിൻ്റെ പുറത്തല്ല ഇതുകൂടെ തുടങ്ങുന്നത്. ഞാൻ ഈ ബിസിനസ്സിൻ്റെ പുറത്ത് എനിക്കൊരു പാഷയായിരുന്നു ചോയ്സ് അഡ്വർടൈസിങ്. അപ്പം ഇത് നമ്മൾ ഒരു സാമ്പത്തിക ലാഭത്തിനേക്കാട്ട് കൂടുതൽ നമ്മുടെ മനസ്സിലൊരു സന്തോഷമാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.